ആൾക്കാർ പറയുന്ന ആണുങ്ങൾ മാത്രമാണ് എല്ലാ വീഡിയോക്കകത്ത് പെമ്പിള്ളാരെ കൂട്ടി വീഡിയോ എടുക്കാൻ പോയിട്ട് ആരെയൊന്നും കിട്ടുന്ന പോലും ഇല്ല. കിട്ടും നോക്കിയിരുന്നാ മതി. എന്ത് നേരം തപ്പിട്ടാന്നറിയോ 4 പേരെ കിട്ടിയത്. എനിക്ക് ഒരാളെ കിട്ടി കേട്ടാ. 5 പേരായല്ല, 5 പേരായി. ഇനി മാനേജർ വന്നാ മുടി കഴിച്ചിട്ടാ മതി. മാനേജറോട്ട് ഇറക്കിയേക്ക്, ആരും അറിയത്തില്ല. ഞാൻ എവിടെന്നേലും 2 പേരെ കൂടെ കണ്ടുപിടിച്ചിട്ട് വരാം. ആ പട്ടി എന്താ കിടന്ന് കുറച്ചോണ്ടിരിക്കുന്നത്? നമ്മളിവിടെ കിടന്ന് കുരക്കുന്നത്, അത് അവിടെ കിടന്ന് കുരക്കുന്നത്. 2 പേർക്കും അതിന്റെ പേരെന്തുവാ? ജൂലി. എന്ത് ഫ്രണ്ട്ലി പട്ടിയാണെന്ന് നോക്കി. നല്ല അൽസറയാണല്ലേ അത്. കണ്ടു ഞാൻ. സ്റ്റേയാ 4 മണിക്കൂർ 8000 രൂപ കേട്ടാ. ഞാൻ ബുക്ക് ചെയ്യുക. ചെയ്യടാ, നമുക്ക് കാണാം. ഈ അവസാനം ഈ വീഡിയോ കേരളത്തിൽ ആരും ചെയ്യാത്ത ഇപ്പൊ വലുതാ നല്ലോണ്ടാളത്. ആളെ കിട്ടത്തില്ല. വീഡിയോ നടന്ന ഞാൻ കൊക്കി നിർത്തിയാണ്. ഐഡിയ പാസ്വേഡ് എനിക്ക് എന്നിട്ട് ചാടാവുള്ളൂ. ആണാ? ഞാൻ നോക്കി നടത്തിക്കോളാം. ഇത് നീ ബിഗ് ഷോപ്പറൊക്കെ നിൽക്കുന്നത്? ബിഗ് ഷോപ്പർ അല്ലടാ, ഇത് കിറ്റാ. കിറ്റ് കടയിൽ വരാനും പറഞ്ഞു. ഈ കടയിൽ വന്നിട്ടേ നമ്മുടെ പിള്ളേര് ഗിഫ്റ്റ് തന്നെ ഓണത്തിന്. അതിന് ഭയങ്കര വലുത്. അവർക്ക് ഗിഫ്റ്റ് എടുക്കാൻ അല്ല, അത് മാറിയിട്ട് എന്റെ പൈസ എടുക്കാൻ വേണ്ടിട്ടാ. ഓണത്തിന്റെ ക്രിസ്മസിന്റെ ആക്കായിരുന്നല്ലേ? ചോദിച്ചു നോക്കാം, വാ. ബില്ലണ്ടാ? ഫേസ് കാർഡ് ബില്ലൊന്നും ഇല്ല. ഇതാണ് എന്റെ ബില്ല്, നീയാണ് എന്റെ ബില്ല്. വാ. പാവാടയാ നടക്കുന്നത് തയ്ച്ചു വെച്ചാ മതി. ജെൻസിയായി കണ്ടാ. ഇത്ര മടക്കി വെക്കണ പകുതിക്ക് വെച്ച് കാല് മുറിഞ്ഞു പോയതാണ്. ഇത് അവന്മാര് മടക്കി തന്നതാ. കറക്റ്റ് ചെയ്ത് എന്ത് സൈസ് കുറവാന്ന് നോക്കിയേ. അത് കളിച്ച് സൈസ് കുറഞ്ഞായിരിക്കും. അത് ശരിയാ, കളിച്ച് സൈസ് കുറഞ്ഞ. നീ വിചാരിക്കും, നീ ഇന്നലെ 2 ദിവസമായിട്ട് മൊത്തം പ്രശ്നമാണ് നിനക്ക്. എന്ത്? ഞാൻ മാറിട്ട് വരാം. നമ്മുടെ ടേബിളിന് വേണ്ടി വന്നിരിക്കാൻ അടുത്ത വീഡിയോക്ക്. ഇന്ന് നമ്മുടെ ടേബിൾ കിട്ടും അകത്തുണ്ടെന്ന് തോന്നുന്നു. ടേബിളിന് കുറച്ച് ഏറെ വലിപ്പം ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട്. ചെയ്ത് നോക്കിയാ ആ ടേബിൾ പിടിച്ചാ ജൂജിബി മാറ്റർടാ. ഒന്നും ബോധമല്ല, ടേബിളും അറിയത്തില്ല. നല്ലപോലെ പോകുന്നുണ്ട്, നല്ലപോലെ പോകുന്നുണ്ട്. പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണെന്ന് കേട്ടാ. ഇതിന്റെ വണ്ണം കാരണം ഇതിപ്പം കുറച്ച് മറ്റേ വീടിനെക്കാട്ടിലും ബുദ്ധിമുട്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതിപ്പോ എന്താണ് നമ്മൾ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെ നാളത്തേക്ക് നമുക്ക് ആ വീഡിയോ ചെയ്യാം ടേബിളിന്റെ. സത്യം പറയുവാണെങ്കിൽ അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനെ കൊണ്ട് പറ്റുമെന്ന്. അതിനെ മിക്കപ്പോഴും ഞാൻ സത്യങ്ങൾ പറയാറില്ല, ചെറിയ കുഞ്ഞു സത്യങ്ങൾ. അത് ഞാൻ കൈ വെച്ച് നോക്കിയപ്പോൾ കൈ എത്തുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കൈ ഒന്ന് ഏറ്റി പിടിച്ച് പിന്നെ ഈ 4 ആം സ്ട്രെങ്ത് കാരണമായിട്ട് പൊക്കി കയറി. ഇനി നാളെ ആരെങ്കിലും ചെയ്യുവായില്ല എന്നാണ് വിറ്റ്. നമ്മളെ ടേബിൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ഇതിന്റെ പൊക്കത്തോട് ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി പോയി നോക്കി. എനിക്ക് ജസ്റ്റ് ഇനി നോക്കേണ്ടത് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ. കുറച്ച് ഹാർഡായിരിക്കണം, എന്നാൽ പിന്നെ ഒടുക്കത്തെ ഹാർഡുമായിരുന്നു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, പക്ഷെ ഹാർഡാണെന്ന് വെച്ചാൽ ഹാർഡാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക്. അപ്പൊ എന്റെ മാനേജർ അവിടെ എന്താണ് നർക്കോട്ടിക്സ് ഒക്കെ എടുക്കുന്നു. മാനേജർ കയറും. മാർബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് കണ്ടല്ലേ? തല ഗ്രാനൈറ്റ് അല്ല, പക്ഷെ തലയാടി ഇടിക്കാൻ പോയിരുന്നാ മതി. ഇപ്പുറത്തെ പിടി ഒന്നും അറിയത്തില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്. വരൂ വാ. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയില്ലല്ലോ ഇതുവരെയായിട്ടും. ഇപ്പുറത്തോട്ട് വാ. കാല് താഴെ മുട്ടിക്കരുത്. താഴെ വീഴുന്നുള്ളൊരു പേടിയാണ്, അതാണ് ഏറ്റവും കൂടുതൽ. കുഴപ്പമില്ല, താഴെ വീഴുമ്പോ പേടി മാറും. ഒരു പയ്യൻ വന്നിരിക്കും ഗേറ്റിന്റെ അകത്ത്. സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ്. നടക്കുവോ? എന്താണ് ഇത്? നടക്കില്ല ഇത്. ഫസ്റ്റ് കയ്യില് ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ എത്തത്തില്ല, കൈ ആഞ്ഞു പിടിക്കണം അങ്ങോട്ട്. നടക്കുവോ? അമ്മ വരുന്നല്ലേ? അവനെ പിടി, ഞാൻ വീഴുന്നു. ചെയ്താ പിടിച്ചാ? ഓ, ഇപ്പൊ ഇത് ഈസിയാണ് എളുപ്പമാടാ? രണ്ടും ഒന്നാണല്ല. ഇവിടെ ഉള്ളത് ഈസിയാണ്, ഇങ്ങനെ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പോകാൻ നമുക്ക് പറ്റില്ല നോക്കട്ടെ. ഇത് കുറച്ച് പാടായിരിക്കും തോന്നുന്നു. ഇത് ഹാർഡാണ്. ഇത് കാലൊറ്റടി താഴെ കിടക്കും. ഇത് പാടാണല്ലോ, ഇത് പോകുന്നില്ല കൊണ്ട്. ഇത് കാലിവിടെ നിൽക്കുന്നില്ല. കാലൊറ്റടി എനിക്ക് അവിടം വരെ എടുത്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് അവിടം വരെ പോകാൻ എനിക്ക്.
ഇതൊടുക്കത്തെ ഹാർഡാ. ഇത് കാല് വെക്കാൻ തന്നെ ടാസ്ക്. ആ അതെ പിടിച്ചു വെച്ചാ താഴെ ഇടിച്ചാ. ഓ അങ്ങനെ പിടിക്കേണ്ടി വരും ഇങ്ങനെ. ഓ ഇത് ടാസ്ക്. അതൊരു തേങ്ങ വീണതാ പക്കത്ത്. കാല് വെച്ച് കാലെവിടെ വെക്കുന്ന? സത്യം പറഞ്ഞാൽ നമ്മള് കാല് അവിടെ ടേബിളിലാ വെക്കാന്ന്. കുഴപ്പമില്ല. കാല് അവിടെ ഹൈലൊന്നും പിടിക്കാൻ പറ്റത്തില്ല ടെക്നിക്കലി. ആ അതല്ലേ നമ്മള് കാലേ പിടിക്കാൻ പറ്റത്തില്ല. എല്ലാരും കൂട്ടം കൂടി ആൾക്കാർ വരുന്നു. എന്തോ ഇത്? ആ ആ എന്തായാലും നമ്മൾ ഡിസൈഡ് ചെയ്ത് ഇവിടെ കൂടി തന്നെ ചെയ്യാം, നടുക്കൂടി തന്നെ. ഈ നീണ്ട വശത്തോട് ചെയ്യുന്നത് ടാസ്ക്. അതിപ്പം ഞാൻ പഠിച്ചു വരുമ്പോൾ കുറേ സമയം എടുക്കും. ഇതെനിക്ക് ആദ്യത്തെ തവണ തന്നെ ചെയ്യാൻ പറ്റും. കാലയിലൊന്നും ചവിട്ടരുത്, നേരെ കയറി പൊക്കത്തോട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇതും കൂടി ചെയ്യാം.